സുഹൃത്തുക്കളെ, പലരും അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യൽ എന്ന് അങ്ങനത്തെ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ പങ്കുവച്ചു. ഞാനത് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കി. ഇനിയിപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി. ഇത് ജെറുസലേം പോസ്റ്റ്, മിഡിൽ ഈസ്റ്റ്, ജെറുസലേം പോസ്റ്റ് ഇസ്രായേൽ പത്രമാണ്. ഇത് ജെറുസലേം പോസ്റ്റാണ്. ഇതിൽ പറയുന്നുണ്ട് ഡീപ്പ് ഡാർക്ക് സൺ ഓഫ് ബിച്ച് എന്നാണ് പറയുന്നത്. അതിനർത്ഥം താറാവ് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് നെതന്യാഹുവിനെ അധിക്ഷേപിക്കുകയാണ്. അതും ഒരു മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എങ്ങനെ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മൾ പ്രതിഷേധങ്ങൾ എങ്ങനെ അറിയിക്കും? ഇവിടെ പലരും പറയും ചെറ്റ എന്ന് വിളിച്ചാൽ അത് സാംസ്കാരികമാണ്. ശരിക്കും പറഞ്ഞാൽ ചെറ്റ എന്നുള്ളത് ഏറ്റവും വൃത്തികെട്ട പദമാണ്. തീർച്ചയായിട്ടും ഈ വിളിക്കുന്ന പദത്തിലും ഒരു അയുക്തിയുണ്ട്, വൃത്തികേടുകളൊക്കെ ഉണ്ട്, മോശമൊക്കെയാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ആ പ്രതിഷേധം അറിയിക്കേണ്ടത് ആൾക്കാരെ കൊന്നിട്ടാണ്. ഇപ്പോൾ മതങ്ങൾ അവർ സംസ്കാരം പറയും, പക്ഷെ അവരെങ്ങനെയാണ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? ആൾക്കാരെ തല്ലിയിട്ടും കൊന്നിട്ടൊക്കെയാണ്. അത് ശരിക്കും തെറ്റാണ്. ആൾക്കാരെ തല്ലിയാലും കൊന്നാലും ഒക്കെ എവിടെയാണ്? അവരുടെ മനസ്സിനാണ്, അല്ലെങ്കിൽ അവരുടെ ഈ കൺട്രോളിങ് പവറിനാണ് ആഘാതം സൃഷ്ടിക്കുന്നത്. അതേപോലെ തെറി അത്രയും മാരകമല്ലാത്തൊരു സാധനമാണ്. അത് മുറിവേൽപ്പിക്കുന്ന മനസ്സിനെ മാത്രമാണ്. നമ്മൾ അടിച്ചാലും അത് മനസ്സിനെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. കൊന്നാലും മനസ്സിനെ കൊന്ന പിന്നെ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാല് വെട്ടിയാലും ഒക്കെ മനസ്സിനെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അർത്ഥവത്തായ ഒരു സംഗതി. ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ലോകം ഭരിക്കുന്ന ലോക പോലീസ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന തെറിയാണിത്. മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു തെറിയും കൂടിയാണ്. കാരണം അത് അർഹിക്കുന്നുണ്ട്. അതിന് ഈ തെറി പറയാൻ കാരണം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കാണാം. War in Syria, and you may actually hear from grown-up reporters who are lying through their teeth or ignorant beyond imagining that, oh, the war in Syria, yes, Russia intervened in Syria. Well, do you know that that Obama tasked the CIA to overthrow the Syrian government, starting 4 years before Russia intervened? What kind of nonsense is that? And how many times did the New York Times report on Operation Timber Sycamore, which was the presidential order to the CIA to overthrow Bashar al-Assad? 3 times in 10 years. This is not democracy. This is a game. And it's a game of narrative. Why did the U.S. invade Iraq in 2003? Well, first of all, it was completely phony pretenses. It wasn't, oh, we were so wrong, they didn't have weapons of mass destruction. They actually did focus groups in the fall of 2002 to find out what would sell that war to the American people. Abe Shulsky, if you want to know the name of the PR genius. They did focus groups on the war. They wanted the war all the time. They had to figure out how to sell the war to the American people, how to scare the shit out of the American people. It was a phony war. Where did that war come from? You know what? It's quite surprising. That war came from Netanyahu, actually. You know that? It's weird. And the way it is that Netanyahu had from 1995 onward the theory that the only way we're going to get rid of Hamas and Hezbollah is by toppling the governments that support them. That's Iraq, Syria, and Iran. And the guy's nothing if not obsessive. And he's still trying to get us to fight Iran this day, this week. He's a deep, dark son of a bitch, sorry to tell you. ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ട്, ഇംഗ്ലീഷ് അറിയാത്ത ആളുകളിൽ നിന്ന് തോന്നുന്നില്ല. എനിക്കും ഇംഗ്ലീഷ് അറിയില്ല. എനിക്ക് വരെ ഇയാൾ പറഞ്ഞ് മനസ്സിലായി. അതായത് ഹിസ്ബുള്ളയെയും ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരികളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് നെതന്യാഹു അമേരിക്കയെ കൊണ്ട് ചെയ്യിച്ചത്. അതിലൂടെ അമേരിക്കൻ ജനതയെ ഇസ്ലാമിനെ കാണിച്ച് ഭയപ്പെടുത്തി അവരെ ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർ പയറ്റിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ട്രംപിന്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇറാഖിലൊക്കെ 3 ട്രില്യൺ എങ്ങാണ്ടാണ് ചെലവഴിച്ചത്. ഇറാഖിലെ സദ്ദാമിനെ അവിടെ മാസ് ഡിസ്ട്രക്ഷൻ ആയുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവരുടെ വ്യാജമായ കള്ളങ്ങളും തെറ്റിദ്ധാരണ സൃഷ്ടിക്കലും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അറിയാതെ ചെയ്തെന്നല്ല, മനഃപൂർവ്വം സദ്ദാമിനെ അട്ടിമറിക്കുക, ബഷാർ അൽ അസാദിനെ അട്ടിമറിക്കുക. ഇപ്പോൾ റഷ്യ വന്നതുകൊണ്ടാണ് എന്നൊക്കെ ഒരു ഇതുണ്ട് അത്ര. ശരിക്കും അങ്ങനെയല്ല അത്ര. റഷ്യക്കാൾ മുമ്പേ അസാദിനെ അട്ടിമറിക്കണം എന്നൊക്കെ, അസാദിനെ അട്ടിമറിക്കാൻ ഒബാമ ഓർഡർ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയും നെതന്യാഹുവിന്റെ കളികളായിരുന്നു. അവസാനം എന്ത് നേടി എന്നാണ് ചോദിക്കുന്നത്. അമേരിക്കക്കാരെ കൊണ്ടുപോയിട്ട് സകല കുഴിയിലും ചാടിച്ചു, അമേരിക്കക്കാരെ മൊത്തം കുളം തോണ്ടിച്ചു,
മൊത്തം കടമാക്കി അമേരിക്ക ഡെയിലി ഓരോന്ന് ലൈവ് ഇടുന്ന ട്രംപിനെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്ന എസൻസുകാർ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെയൊക്കെ വളരെ വൃത്തികെട്ട ഭാഷയിലാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും വെറുപ്പ്, യുദ്ധം, നാശനഷ്ടങ്ങൾ, മനുഷ്യരുടെ ദൈന്യതകൾ, ഇതൊക്കെ വെച്ചിട്ട് മനുഷ്യരെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വെറും വൃത്തികെട്ടവന്മാരാണ്. പാലസ്തീനുമായിട്ട് കരാറുണ്ടാക്കിയപ്പോൾ ഇസക് റബീന്റെ ശവമഞ്ച് പ്രതീകാത്മകമായിട്ട് കൊണ്ടു നടന്നവനാണ് ബെഞ്ചമിൻ നെതന്യാഹു. എന്നിട്ട് ആ ഇസക് റബീനെ ജൂത തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു. ഇതൊന്നും എസൻസ് സംഘി ഭീകരർ ഒന്നും പറയാറില്ല. എന്തുകൊണ്ടാണ് ഈ ജൂത ഭീകരന്മാരെ പറയാത്തത്? അമേരിക്ക, ബൈഡൻ, ഇവരുടെ സപ്പോർട്ട് അമേരിക്ക പറയുന്നുണ്ട്, പാലസ്തീൻ അംഗീകരിക്കൂ, അവിടെ അവർക്ക് അവരുടെ മേൽ കുതിര കയറല്ലേ, അവർക്ക് പരമാധികാരം കൊടുക്കൂ, സെൽഫ് ഡിറ്റർമിനേഷൻ കൊടുക്കൂ, എന്നിട്ട് നിങ്ങൾ സുരക്ഷ അനുഭവിക്കൂ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ എന്നാണ് പറയുന്നത്. അമേരിക്ക വരെ പറയും. പക്ഷേ എസൻസുകാർക്കൊന്നും അതൊന്നും പാടില്ല. ഇന്നലെ ഞാൻ രവിചന്ദ്രന്റെ ലൈവ് കാണുകയായിരുന്നു. അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, തുർക്കിയുടെ ഏകാധിപതികളെ കട്ടിമറിച്ച ഒരു പാരമ്പര്യം അവിടുത്തെ പട്ടാളത്തിനില്ല, എന്തുകൊണ്ട് ഉറുദുഖാൻ? തീർച്ചയായിട്ടും ഉറുദുഖാൻ ഒരു ഇസ്ലാമിക ഫാനറ്റിക്സ്, ഒരു ഇസ്ലാമികമായ ഒരു തീവ്രവാദിയൊക്കെയാണ് ഉറുദുഖാൻ, ഇവിടുത്തെ മോദിയെ പോലെ. അവിടെ തീർച്ചയായിട്ടും തുർക്കിക്ക് അനുകൂലമായ ഒരു സാമൂഹിക സാഹചര്യം, ഭരണകൂടമോ ഒന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. കാരണം അവിടെ കമാൽ അത്താതുർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഗാന്ധി, നെഹ്റുവിനെ പോലെയൊക്കെയുള്ള ആൾ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് തുർക്കി. അതിനെ വീണ്ടും ഇസ്ലാമൈസേഷൻ ചെയ്യുകയാണ് ഉറുദുഖാൻ ചെയ്യുന്നത്. ഇവിടെ മോദി എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവിടെ ഉറുദുഖാനും ചെയ്യുന്നത്. ഇവിടെ മോദി എന്ത് ചെയ്താലും അതിനെ ഇപ്പോൾ ഇവിടുത്തെ മിലിറ്ററി അട്ടിമറിക്കണമെന്നാണ് പറയുന്നത്. മോദിയെ ഇവിടുത്തെ ഹിന്ദുക്കൾ, ഹൈന്ദവ തീവ്രവാദികൾ ജയിപ്പിച്ച് വിട്ട ആളാണ്. ഹിന്ദുക്കളിൽ പകുതിയോളം ആളുകളും ഈ ഹൈന്ദവ തീവ്രവാദികളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ ഹിന്ദുക്കളിൽ 40% ഇങ്ങനത്തെ ഹാർഡ്, ഈ ബൽക്കിസ് ബാനുവിനെ പോലെയുള്ള ആൾക്കാരെ ബലാത്സംഗം ചെയ്ത് അനുകൂലിക്കുന്ന ആൾക്കാരാണ്. ബാബരി മസ്ജിദ് തകർത്തതിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ്. രാമക്ഷേത്രം ഉദ്ഘാടന സമയത്ത് ചെണ്ട കൊട്ടണം അല്ലെങ്കിൽ ഇവിടെ താളമേളം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ചിത്രയെ അനുകൂലിച്ച് രംഗത്ത് വന്നവരാണ് എസൻസുകാർ. രാമക്ഷേത്രത്തിന് അന്നൊക്കെ ഇവരുടെ ആ മുഖത്ത് സന്തോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവര് ഈ മോദിയും എസൻസുകാരും ഒക്കെ എന്താണ് കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം വെറുപ്പ്, ഭയം. ഒരു എസൻസുകാരൻ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു നിരീശ്വരവാദിയായിട്ടും യുക്തിവാദിയായിട്ടും എന്തുകൊണ്ടാണ് സംഘിസത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയണം, അവരെ സംരക്ഷിക്കാൻ സംഘികൾ ഉണ്ടാവുള്ളൂ. സംഘികളൊക്കെ ഇന്നലെയാണ് കുറുവഴിയെടുത്ത് ഇറങ്ങിയത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അതിനേക്കാളും വലിയ പാരമ്പര്യമുണ്ട്. സംഘികൾ ഉണ്ടായതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇതുവരെ ബാക്കിയായത്. എന്ത് മണ്ടത്തരമാണ് ഇവരൊക്കെ പറയുന്നത്? ഭയം വിൽക്കുകയാണ്, ഭയം. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപ് തന്നെ ഇവർക്കെതിരാണ്. കാരണം ഒരു ബിസിനസ്മാനും, ട്രംപ് ഒരു ബിസിനസ്മാനാണ്, ഒരിക്കലും അനുകൂലിക്കില്ല ഇങ്ങനെയുള്ള വർഗീയതയും തീവ്രവാദമൊക്കെ പറഞ്ഞ് രാജ്യങ്ങൾ നശിപ്പിക്കുക. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ കളിയാണ്, ചീപ്പ് കളിയാണത്. അപ്പോൾ ശരി.